നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായ PN പണിക്കരുടെ ചരമദിനം ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നു. വായന ഒരു ദിനാചരണം മാത്രമാക്കാതെ നിത്യജീവിതത്തിൽ വലിയൊരു സ്ഥാനം നൽകണമെന്ന സന്ദേശത്തോടെ. ജൂൺ 19 വായനാ ദിനം കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന PN പണിക്കരുടെ ചരമവാർഷിക ദിനമാണ് ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നത്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പോലെ വലിയൊരു സമ്പത്താണ് ഓരോരുത്തർക്കും വായന എന്ന ശീലം. വായന ഓർമ്മശക്തിയുടെയും ബുദ്ധിയുടെയും വികാസ ഫലങ്ങളാണ്. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ഉപജ്ഞാതാവും പ്രചാരകനുമായിരുന്ന PN പണിക്കരുടെ ചരമദിനമാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. 2017 മുതൽ ഈ ദിനം ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. കാലം മാറുന്നതിനനുസരിച്ച് വായനയുടെ രീതികളും മാറിവരുന്നു. എന്നാൽ വായനയുടെ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്നതാണ് സത്യം. ഒരു നല്ല പുസ്തകം ഒരു മികച്ച സുഹൃത്തിന് തുല്യമാണ്. തൊട്ടടുത്ത ലൈബ്രറിയായിരുന്നു പഴയ തലമുറയിലെ ആളുകളുടെ വായനാവേദി. പലതരത്തിലുള്ള പുസ്തകങ്ങൾ വായിച്ചും അറിവ് പങ്കിട്ടുമാണ് മുൻ തലമുറ വായനയുടെ വിശാല ലോകത്തേക്ക് നടന്നു കയറിയത്. കാലം മാറിയപ്പോൾ വായനാ രീതികൾ മാറിത്തുടങ്ങി. പുതിയ തലമുറ വായനയിൽ അല്പം പുറകിലാണെന്ന വിലയിരുത്തലുണ്ടെങ്കിലും ചെറിയ ക്ലാസുകളിൽ പഠിച്ച നോവലുകളും കഥകളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എല്ലാവരും. ബഷീറിന്റെ പാത്തുമ്മയുടെ ആടും വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയും ബെന്യാമിന്റെ ആടുജീവിതം എന്നിങ്ങനെ നീളുന്ന കഥകളും നോവലുകളും കവിതകളും ഏവരെയും വേറൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാറുണ്ട് എന്നതിൽ സംശയമില്ല. പോസ്റ്ററുകളിലൂടെയും വീഡിയോകളിലൂടെയും വിവരങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ടറിയുമ്പോൾ വായനയുടെ വ്യാപ്തിയും കുറയുന്നു. അതിനാൽ വിപുലമാക്കാം വായനാരീതി, അറിയാം വായനയുടെ വിശാല ലോകത്തെ. CCV ന്യൂസ്, ചേലക്കര.